ഹലോ, അങ്ങനെ മൗനരാഗം ക്ലൈമാക്സ് കൊഴുക്കുന്നു മക്കളെ. നമ്മുടെ ഗംഗപ്രസാദ് തിരികെ വരുന്നുവോ? അതെ കൂട്ടുകാരെ, ഗംഗപ്രസാദ് വന്നാൽ നമ്മുടെ സരയുമായിട്ട് ഒന്നിച്ച് ഈ ശത്രുക്കളൊക്കെ അവരെ കീഴ്പ്പെടുത്തുമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നവീൻ വക്കീല് നമ്മുടെ കിരണിനെ എല്ലാവരും ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വന്ന് SI ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ SI കട്ടൊക്കെ അടുക്കുന്നില്ല. SI പറയുന്നുണ്ട് കോടതിയിൽ വെച്ച് ഇനി കാണാം എന്ന് പറഞ്ഞ് നമ്മുടെ നവീനെ പറഞ്ഞു വിടുന്നുണ്ട്. ശേഷം നവീൻ ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റെഫി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നമ്മുടെ കിരണിനെയും വേലുവിനെയും അവരെയൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ പോലീസിനോട് എന്നിട്ട് സ്റ്റെഫി പറയുന്നുണ്ട്, ഇപ്പോഴും എന്റെ വിശ്വാസം ഗംഗ മരിച്ചിട്ടില്ലെന്നാണ്. ഗംഗ മരിച്ചിരുന്നെങ്കിൽ ബോഡി കിട്ടണ്ടേ സാറേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചന്ദ്രസേനനും രൂപയൊക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ്. ഇവർക്ക് ജാമ്യം കിട്ടിയില്ലല്ലോ. അങ്ങനെ ഇവരെ മൂർത്തി സാറും എല്ലാവരൊക്കെ വിളിച്ചിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നവീനല്ലേ വക്കീല്, അവൻ ഉറപ്പായിട്ടും എന്താ പറയാ അവരെ രക്ഷപ്പെടുത്തി എടുത്തോളും എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നമ്മുടെ കല്യാണിയെ കാണിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെഫി ഉണ്ടല്ലോ, ആ ഒരു ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആരൊക്കെയോ കാണുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിൽ ഞെട്ടി നിൽക്കുന്നുണ്ട്. അതാരായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഇനി ചോദ്യം. എന്റെ പൊന്നോ, അതെങ്ങാനും ഗംഗാപ്രസാദ് ആണെങ്കിൽ എന്തൊരു ഒന്നൊന്നര വഴിത്തിരിവായിരിക്കും അല്ലേ വരാൻ പോകുന്നത്. ആരെങ്കിലുമൊക്കെ മരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ വീണ്ടും ഉറപ്പായി. ഇനി സരയുമായിട്ട് എങ്ങാനും ഗംഗപ്രസാദ് ഒരുമിക്കുകയാണെങ്കിൽ, അതായത് ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ ഒരുമിക്കുകയാണെങ്കിൽ സരയുവിന് കല്യാണിയെയും കൊല്ലാം, ഗംഗാപ്രസാദിന് കല്യാണിയെ ചുറ്റിപ്പറ്റിയുള്ള ആരെങ്കിലുമൊക്കെയും കൊല്ലാം. അപ്പൊ ക്ലൈമാക്സ് ഒന്നും കൂടെ കട്ടിക്കും അല്ലെ കൂട്ടുകാരെ. കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.